എളമക്കരയിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. പെൺകുട്ടിയുടെ മരണ ദിവസത്തെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും. വളരെ നടുക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. കഴിഞ്ഞ 1 വർഷമായി പെൺകുട്ടി പീഡനത്തിനിരയായി എന്നുള്ളതാണ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ പീഡിപ്പിക്കപ്പെട്ടു എന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അന്നേ ദിവസം അവിടെ വന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ സമീപ പ്രദേശത്ത് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. ഒപ്പം ഈ പിതാവിന്റെ കാര്യത്തിലും ചില സംശയങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ DNA പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും DNA പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. വലിയ വെല്ലുവിളികൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം രണ്ടുപേരും അന്നേ ദിവസം ആ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേരും ജീവനോടെ ഇല്ല. അതുകൊണ്ട് സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും ഒക്കെയാണ് ഈ കേസിൽ ഏറെ നിർണായകമായി വരാൻ പോകുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ മൊഴി ഒരുപക്ഷെ വീണ്ടും എടുക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അത് കുട്ടി പീഡനത്തിനിരയായ എന്ന കാര്യം തനിക്കറിയില്ല എന്നാണ് അമ്മയുടെ മൊഴി. ഒരുപക്ഷെ വീണ്ടും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. കുട്ടി കുറേ സമയങ്ങൾ അച്ഛനൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് അമ്മ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴി. ഒപ്പം അന്നേ ദിവസം ഞങ്ങൾ പോകുന്നു എന്നൊരു മെസ്സേജ് ഈ ഭർത്താവ് ഈ അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? സാമ്പത്തിക ഇടപാടിലെ തർക്കം മാത്രമാണ്, അതിനപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കേണ്ടത്. ഇതിലൊരു ഉത്തരം ഉടൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് എളമക്കര പോലീസ് ഉള്ളത്.